ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിതൊരു ഫോറിൻ ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടേരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതൊരു മലയാളം ചാനലിൽ വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ബോയിൽഡ് എഗ്ഗാണ് കേട്ടോ. അതായത് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പച്ച മുട്ടയല്ല, പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ മയോണീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 എണ്ണമാണ് എടുക്കേണ്ടത്. അപ്പം അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ നമ്മൾ മയോണീസിൽ ചേർക്കുന്ന കാര്യങ്ങളെല്ലാം ചേർക്കണം. ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിന്, വലുതല്ലാണെങ്കിൽ ഒരു 3 എണ്ണം മതി കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളെ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയാണ്. വിനാഗിരിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഓരോ വിനാഗിരിയും മാറ്റം ഉണ്ടാവും. ഓരോന്നിനും നല്ല സ്ട്രോങ് ഉണ്ടാവും, ഓരോന്ന് സ്ട്രോങ് കുറവായിരിക്കും. അപ്പോൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മയോണീസ് അടിച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ചായിട്ട് അടിച്ചു കൊടുക്കണം. മെല്ലെ മെല്ലെ പൾസ് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് പിരിഞ്ഞു പോകും, മയോണീസ് പിരിഞ്ഞു പോകും. നമ്മൾ സാധാരണ ഒറ്റയടിക്ക് അടിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നില്ല, അതുപോലെ പിരിഞ്ഞു പോകും. അപ്പോൾ പൾസ് ചെയ്തിട്ട് ചെറുങ്ങനെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊരു ഒരു മയോണീസിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നേരം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ചെറുങ്ങനെ അടിക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രയാണോ കട്ടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കട്ടിക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുക. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചും കൂടി നല്ല കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ചും കൂടി കട്ടി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, കുറച്ച് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇത് നല്ലൊരു മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ രീതിയിലും കൂടി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം വേറെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ചും കൂടി നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മളിതിൽ ഓയിൽ ഉപയോഗിക്കില്ല, ഓയിലിന് പകരം പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മയോണീസ്. അപ്പം പാൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്താൽ അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.